ദുരന്തഭൂമിയിൽ എല്ലാ ജീവനുകളും ഒരുപോലെയാണ്. വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ മരണത്തോട് മല്ലിടുന്ന മൃഗങ്ങളെ കണ്ടെത്തി സംരക്ഷിക്കുന്നതിനും ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ പരിശ്രമം നടത്തുന്നുണ്ട്. ഇതിനോടകം ഒട്ടനവധി മൃഗങ്ങളെ ഇവർക്ക് രക്ഷിക്കാനായി. മിഥുൻ മുരളി തന്നെ തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട് കാണാം. ഭൂമിയിൽ നിന്നും ജീവനുകൾ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തരമായ കാര്യങ്ങൾ മറ്റൊന്നുമില്ല. അത് മനുഷ്യജീവനായാലും മൃഗങ്ങളുടെ ജീവനായാലും. മൃഗങ്ങളുടെ ജീവനുകളും തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഇവിടെ കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഈ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ. അങ്ങനെ ഒട്ടനവധി മൃഗങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് ജീവനുകൾ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രയത്നിച്ച ഒരു വിഭാഗം ആളുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അവർ രക്ഷിച്ചെടുത്ത ആ മൃഗങ്ങൾ ഇതിനോടകം ഒട്ടനവധിയാണ്. യജമാനന്മാരെ കാണാതെ തിരക്കി നടക്കുന്ന നായകളുടെ ദൃശ്യങ്ങളുമൊക്കെ, കരളിപ്പിക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അത്തരത്തിലുള്ള നായകളെയും പശുക്കളെയും പൂച്ചകളെയും അടക്കമുള്ള മൃഗങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ പ്രവർത്തകർ, ഈ രക്ഷാപ്രവർത്തകർ. എത്രത്തോളം മൃഗങ്ങളെ തിരികെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, ജീവിതത്തിലേക്ക് ജീവനുകൾ തിരികെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെ ദൗത്യം? ഇവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങളിപ്പം ഈ ഒരു ദൗത്യം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 ദിവസം കഴിഞ്ഞു. ഞങ്ങൾ ഉൾപ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ട് ഓരോ വീടുകളും കയറിയിറങ്ങി സെർച്ച് ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി വയ്യാത്തവർക്കൊക്കെ ഭക്ഷണം ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ കൊടുത്ത് ട്രേസ് ചെയ്തു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞങ്ങൾ അവരെ കൊണ്ടുവന്നു. കുറച്ചുപേരെ ഞങ്ങൾ താൽക്കാലികമായിട്ട് സുൽത്താൻ ബത്തേരി അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെ മൃഗങ്ങളെയാണ് ഇതുവരെ കണ്ടുകിട്ടിയിരിക്കുന്നത്? ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നായിരുന്നു? വീടുകൾക്കടിയിൽ നിന്നുമൊക്കെ പരിക്കേറ്റ രീതിയിലൊക്കെ കിട്ടിയിരുന്നു? വീടുകൾക്കടിയിൽ നിന്നും പൂച്ചകളെയൊക്കെ കിട്ടിയായിരുന്നു. അതുപോലെ പട്ടികളുണ്ടായിരുന്നു. ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിൽ മെലിഞ്ഞ അവസ്ഥയിലുണ്ടായിരുന്നു. പിന്നെ ഓണർ ഇല്ലാത്ത അവസ്ഥയിൽ വീടുകളിലുണ്ടായിരുന്നു. അവരെയൊക്കെ ഞങ്ങൾ അവിടെ പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുപേര് ഞങ്ങൾ ഓണറിൻ്റെ കയ്യിൽ തന്നെ തിരിച്ച് ഏൽപ്പിച്ചു. അതുപോലെ തന്നെ മുയലുകളുണ്ടായിരുന്നു. മുയലുകൾ അവിടെ കിടന്നിരുന്ന വീണ്ടും അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ നമ്മൾ ഓണറിനെ കണ്ടുപിടിച്ച് ഓണറിൻ്റെ കൈകളിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു. ഈ റെസ്ക്യൂ ചെയ്തെടുത്തിരിക്കുന്ന മൃഗങ്ങളെയൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഉടമകളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ആ രീതിയിൽ, മറ്റുള്ളവയൊക്കെയോ? ആക്ച്വലി ഓണേഴ്സ് ഉള്ളവരെ നമ്മൾ ഓണേഴ്സിനെ ഏൽപ്പിക്കും. മറ്റുള്ളത് ഓണേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ അവരെ അഡോപ്ഷനായിട്ട് നന്നായി വളർത്താൻ കഴിയുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സംഘടനയെ പറ്റി ഏതൊക്കെ പ്രവർത്തകർ, എത്ര പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, അതിനെപ്പറ്റിയൊക്കെ? ഞങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് മേനകാഗാന്ധിയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തത്. പീപ്പിൾ ഫോർ ആനിമൽസ്. അതുപോലെ പീറ്റ എന്ന് പറഞ്ഞ സംഘടന ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആരോ എന്ന് പറഞ്ഞ സംഘടനയാണ്. ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ദൗത്യം ഏർപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിൽ ഏകദേശം 15ഓളം പേര് ഉണ്ടായിരുന്നു. പരിക്കേറ്റ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു? പരിക്കേറ്റ ഒരു മൃഗം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ മാറ്റിയായിരുന്നു, ഹോസ്പിറ്റലിൽ കാണിച്ച് മാറ്റിയിട്ടുണ്ട്. ജഡങ്ങളൊക്കെ കിട്ടിയോ മൃഗങ്ങളുടെ? അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നു? മൃഗങ്ങളുടെ ജഡങ്ങൾ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല. ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം. ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, എങ്കിലും ഞങ്ങൾക്ക് മാക്സിമം വരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് ഞങ്ങളിവിടെ വന്നതും. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും കഴിഞ്ഞതിൽ. ആശ്വാസകരമായ ചില കാഴ്ചകൾ തന്നെയാണ് ഈ ദുരന്തഭൂമിയിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളും. ഈ ജീവനുകളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുക, അത് പിന്നീട് റെസ്ക്യൂ ഹോമുകളിലേക്കൊക്കെ മാറ്റി ആ ജീവനുകൾ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ ഏൽക്കുക എന്നുള്ളതെല്ലാം ആശ്വാസകരമായ കാര്യമായി നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ക്യാമറമാൻ അനൂജ് ചാനാവൂരിനൊപ്പം മിഥുൻ മുരളി, ജനം, വയനാട്.